front office and guest management system. Hostel facility for boys and girls. Naipunya Institute of Hotel Management near Manorama Junction, Cherthala, Alappuzha. വയലാർ കുറവരുകടവിൽ കുടുംബക്ഷേത്രത്തിലെ കലശവാർഷിക മഹോത്സവം ഭക്തിസാന്ദ്രമായി. കുടുംബാംഗങ്ങളടക്കം നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. 3 ദിവസങ്ങളിലായിട്ടാണ് ചടങ്ങുകൾ ഒരുക്കിയത്. വയലാറിലെ അതിപുരാതനമായ കുടുംബക്ഷേത്രമാണ് കുറവരുകടവിൽ കുടുംബക്ഷേത്രം. കലശവാർഷിക മഹോത്സവത്തോടൊപ്പം സർപ്പദൈവങ്ങൾക്കും ഗന്ധർവ സ്വാമിക്കും ഗന്ധർവ യക്ഷിയമ്മയ്ക്കുമുള്ള കളമെഴുത്തുപാട്ടും നടന്നു. 1-ാം ദിവസമായ മെയ് 8-ന് ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. ഇഡ്ഡലി സേവ, കലശാഭിഷേകം, സർപ്പദൈവങ്ങൾക്ക് ഭസ്മക്കളം, താലപ്പൊലി വരവ്, ഭഗവതി സേവ, സർപ്പദൈവങ്ങൾക്ക് പൊടിക്കളം എന്നിവ നടന്നു. 2-ാം ദിവസം സർപ്പദൈവങ്ങൾക്ക് കൂട്ടക്കളം, പന്തീരടി പൂജ, മൃത്യുഞ്ജയ ഹോമം, ഗന്ധർവ സ്വാമിക്കും യക്ഷിയമ്മയ്ക്കും ഭസ്മക്കളം, അരത്തക്കളം, താലപ്പൊലി തുടങ്ങിയവ നടന്നു. 3-ാം ദിവസം പുലർച്ചെ ഗന്ധർവ സ്വാമിക്കും ഗന്ധർവ യക്ഷിയമ്മയ്ക്കും കൂട്ടക്കളം. രോഹിണി മഹോത്സവത്തിൻ്റെ ഭാഗമായി പ്രത്യേക ചടങ്ങുകളും ഒരുക്കിയിരുന്നു. ഉച്ചയ്ക്ക് സർപ്പദൈവങ്ങൾക്ക് തളിച്ചുകൊടുക്കൽ ചടങ്ങ് നടന്നു. വൈകിട്ട് ഭഗവതി സേവ, താലപ്പൊലി എന്നിവയോടെ സമാപിച്ചു. അങ്ങനെ വിളിച്ചു പറഞ്ഞിരുന്നയുഗം കഴിച്ചവാലിരുവരുമായി കരതിനാലെ വാളെടുത്തു മുടിമെളിച്ചു ശിരസറുത്തു മുത്തി കുടിച്ചു അവൾ ചോര. കുടുംബക്ഷേത്രം അതിപുരാതനമായ ഒരു കുടുംബക്ഷേത്രമാണ്. ഞങ്ങളുടെയൊക്കെ പിതൃക്കളുടെ കയ്യിൽ നിന്നാണ് ഞങ്ങൾക്കിപ്പോൾ ഇതിനെ നയിക്കാനുള്ള അവസരം കിട്ടിയിരിക്കുന്നത്. 2016-ലാണ് ഇതിൻ്റെ പുനഃപ്രതിഷ്ഠ നടന്നത്. പുനഃപ്രതിഷ്ഠ നടന്നതിന് ശേഷം ആണ് ഈ കളങ്ങൾ വീണ്ടും പുനരാരംഭിച്ചത്. അത് പ്രധാനമായിട്ട് സർപ്പങ്ങളുടെ കളം, ഗന്ധർവകളം, പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷം ദേവിയുടെ കളം കൂടി ഞങ്ങൾ ആരംഭിച്ചു. അത് തൃശ്ശൂർ ശശി പാലക്കലിൻ്റെ നേതൃത്വത്തിലാണ് ഈ ദേവിയുടെ കളം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ കുടുംബക്ഷേത്രമായ വയലാർ കുറവരുകടവ് കുടുംബക്ഷേത്രത്തിൻ്റെ ഈ വർഷത്തെ കലശവാർഷിക മഹോത്സവത്തോട് ബന്ധപ്പെട്ട് 8, 9, 10 തീയതികളിൽ ക്ഷേത്രം ആചാരപ്രകാരമുള്ള 8-ാം തീയതി സർപ്പക്കളവും, 9-ാം തീയതി ഗന്ധർവങ്ങളവും, 10-ാം തീയതി ദേവിയുടെ രൂപക്കളം. ഇതിന് ആചാര്യന്മാരെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ഉള്ള ആചാര്യന്മാരാണ് നടത്തുന്നത്. ആലപ്പുഴ ജില്ലയിൽ ഇതുപോലെ ഒരു കളം നമ്മളിതുവരെ കണ്ടിട്ടില്ലെന്നും നമ്മുടെ ക്ഷേത്രങ്ങളിലൊന്നും ഇതുപോലൊരു കളം ഇതുവരെ നടത്തിയിട്ടില്ല. ഇത് എല്ലാ വർഷവും നമ്മൾ പൂർവാധികം ഭക്തിയോടുകൂടി ആണ് നമ്മളിപ്പോൾ ഈ ചടങ്ങ് നടത്തുന്നത്. ഈ കളത്തിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ പുനഃപ്രതിഷ്ഠയായിട്ട് ബന്ധപ്പെട്ട് ക്ഷേത്രത്തിലെ സ്വരൂപം എന്ന് വെച്ചാൽ ദേവി വേതാളത്തിന്റെ പുറത്തിരിക്കുന്ന പ്രതിഷ്ഠയാണ് ക്ഷേത്രത്തിൽ നടന്നിരിക്കുന്നത്. ആ പ്രതിഷ്ഠയായിട്ട് ബന്ധപ്പെട്ട അതേ രൂപക്കളമാണ് വരച്ച് കുടുംബാംഗങ്ങളെയും അതുപോലെ വിശ്വാസികളെയും മനസ്സ് എല്ലാവർക്കും കണ്ട് സംതൃപ്തി അടഞ്ഞ് പോകുന്ന ഒരു വിശേഷമാണ് നമ്മളിവിടെ സംജാതമാക്കിയിരിക്കുന്നത്. ക്ഷേത്രം പ്രസിഡന്റ് അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് പുരുഷോത്തമൻ, സെക്രട്ടറി PR സലിമോൻ, ജോയിന്റ് സെക്രട്ടറി ജനാർദ്ദനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.